സാമൂഹ്യനീതി വകുപ്പ് ട്രാൻസ്ജെൻഡർ വിഭാഗത്തിനായി ഒരുക്കുന്ന വർണ്ണപ്പകിട്ട് ട്രാൻസ്ജെൻഡർ കലോത്സവത്തിന് വേദിയാകാൻ കോഴിക്കോട് നഗരം. ഈ മാസം 21-നാണ് കലോത്സവത്തിന് തുടക്കം കുറിക്കുക. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിന്റെ ഉന്നമനത്തിന് മികച്ച പരിഗണനയാണ് LDF സർക്കാർ നൽകുന്നതെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു. ഈ മാസം 21, 22, 23 തീയതികളിൽ കോഴിക്കോട് നഗരത്തിൽ വെച്ചാണ് വർണ്ണപ്പകിട്ട് 2025 ട്രാൻസ്ജെൻഡർ ഫെസ്റ്റിവലിന് അരങ്ങുണരുക. ട്രാൻസ്ജെൻഡർ പോളിസി നടപ്പിലാക്കിയിട്ടുള്ള സംസ്ഥാനങ്ങളിലെ പ്രതിനിധികളെയും മറ്റു വിദഗ്ധരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ദേശീയ സമ്മേളനം 21-ന് നടക്കും. കലോത്സവത്തിന്റെ ഭാഗമായി ഷോർട്ട് ഫിലിം മത്സരം കൂടി സാമൂഹ്യനീതി വകുപ്പിന്റെ നേതൃത്വത്തിൽ ഒരുക്കും. കലോത്സവ മത്സരാർത്ഥികൾക്ക് ലഭിക്കുന്ന മാർക്കിന്റെ അടിസ്ഥാനത്തിൽ ഗ്രേഡിംഗ് നൽകുന്ന രീതിയിലാണ് ഈ വർഷത്തെ ട്രാൻസ്ജെൻഡർ കലോത്സവം. ഇത്തവണ ദേശീയ അടിസ്ഥാനത്തിൽ തന്നെ ഒരു സെമിനാർ അതുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ട്രാൻസ് വിഷയങ്ങളെ ആധാരമാക്കിയിട്ടുള്ള ഒരു ഫിലിം ഫെസ്റ്റ് കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് സംഘടിപ്പിക്കുകയാണ്. കലോത്സവ മത്സരാർത്ഥികൾക്ക് ലഭിക്കുന്ന മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഗ്രേഡിംഗ് നൽകുന്ന രീതിയാണ് ഈ വർഷം മുതൽ അവലംബിക്കുന്നത്. കലോത്സവത്തിനോടനുബന്ധിച്ച് കല, കായികം, സാഹിത്യം, വിദ്യാഭ്യാസം, സംരംഭകത്വം എന്നീ മേഖലകളിൽ കഴിവ് തെളിയിച്ച ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും ഈ മേഖലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച NGOകൾക്കും തദ്ദേശ സ്ഥാപനങ്ങൾക്കും പുരസ്കാരങ്ങൾ ഇത്തവണ സമ്മാനിക്കും. ട്രാൻസ്ജെൻഡർ ഫെസ്റ്റിന്റെ സംഘാടക സമിതി യോഗം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിന്റെ അധ്യക്ഷതയിൽ ചേർന്നു. കൈരളി ന്യൂസ്, കോഴിക്കോട്.